ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ ബിനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് PSCയിൽ നമ്മൾ കുറേയധികം സംശയങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പലപ്പോഴും പരീക്ഷയൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ ശേഷം റാങ്ക് ലിസ്റ്റ് കാണുന്നു, അപ്പോയിൻമെൻറ്റ് ചാർട്ട് കാണുന്നു. ആ സമയത്തൊക്കെ നമുക്ക് എന്തായിരിക്കും അഡ്വൈസ് മെമ്മോ വരുന്നു. ഇതൊക്കെ എന്താ, കുറേ പദങ്ങൾ, അറിയാത്ത പദങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത്. ഇന്ന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള മറ്റൊരു പദമാണ് എന്താണ് NJD. എന്താണ് NJD? ഓക്കെ, അപ്പം NJD എന്താണെന്ന് അറിയുന്നതിനൊപ്പം എന്താ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടൊപ്പം ഒരുപാട് ക്ലാസ്സുകളും ഒക്കെ നമ്മൾ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം NJD എന്ന് പറയുന്നത് നോക്കിക്കേ, ഇത് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡിൻ്റെ അഡ്വൈസ് ചാർട്ടാണ്. ഈ അഡ്വൈസ് ചാർട്ടിൽ ഒരു പദമുണ്ട്, എന്താ NJD. കണ്ട, എന്താണ് NJD? NJD എന്ന് പറഞ്ഞാൽ നോൺ ജോയിനിങ് ഡ്യൂട്ടീസ് ആണ്. നോൺ ജോയിനിങ് ഡ്യൂട്ടീസ് ആണ് NJD എന്നറിയപ്പെടുന്നത്. അപ്പം NJD എന്താണെന്ന് അറിയാമോ? നമ്മുടെ അഡ്വൈസ് ചാർട്ടൊക്കെ വന്നതിന് ശേഷം അവിടെ കുറച്ചധികം പേര് ജോയിൻ ചെയ്യത്തുണ്ടാവത്തില്ല. അപ്പോൾ ആ ജോയിൻ ചെയ്യാത്ത ആൾക്കാർക്ക് അതായത് അഡ്വൈസ് മെമ്മോ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം 15 ദിവസത്തിനുള്ളിലാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. ഈ 15 ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്തായിട്ട് റിപ്പോർട്ട് ചെയ്യും? NJD ആയിട്ട് റിപ്പോർട്ട് ചെയ്യും. ഇനിയും നമ്മൾ അവിടെ ഒരു എക്സ്റ്റൻഷൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ഉദ്യോഗാർത്ഥിക്ക് എന്ത് കിട്ടും? 45 ദിവസം വരെ സമയം കിട്ടും. 45 ദിവസത്തിനുള്ളിലും അവിടെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇതെന്തായിട്ട് മാർക്ക് ചെയ്യും? NJD ആയിട്ട് മാർക്ക് ചെയ്യും. അപ്പോൾ ചിലർക്കൊരു സംശയമുണ്ട്, ഈ ഡിലീഷനും NJDയും സെയിം ആണോ? അല്ല. അതായത് നമ്മളൊരു റാങ്ക് ലിസ്റ്റ് വരുമല്ലോ, ഒരു റാങ്ക് ലിസ്റ്റിൽ ഒരു ഉദ്യോഗാർത്ഥി ഉൾപ്പെട്ടെന്ന് വിചാരിക്കുക. ആ ഒരു ഉദ്യോഗാർത്ഥി ഉൾപ്പെട്ട ശേഷം ആ ഉദ്യോഗാർത്ഥിക്ക് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമ്പോൾ നമുക്കറിയാം, ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും എന്ത് ചെയ്യും? ഈ ലിസ്റ്റൊക്കെ പൂർണ്ണമായിട്ട് പരിശോധിക്കും. ഇനി ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒക്കെ വേറെ സർവീസിലുണ്ടോ, അല്ലെങ്കിൽ ഇവർക്ക് ഈ ജോലി വേണ്ടായോ, അങ്ങനെയൊക്കെയാണെങ്കിൽ എന്ത് നമ്മൾ ചെയ്യും? ആ ആൾക്കാരെ പോയി കണ്ട് അവിടുന്ന് ഒരു ഫോമൊക്കെ അവരെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കും. ഡിലീഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച ശേഷം എന്ത് ചെയ്യും? നമ്മൾ അത് സബ്മിറ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ ആ ആൾക്കാർ എന്തിലുണ്ടാവത്തില്ല? അടുത്തത് അഡ്വൈസ് ചാർട്ടിൽ അവരുടെ പേര് ഉണ്ടായിരിക്കത്തില്ല. അവർ അവിടുന്ന് തന്നെ ഡിലീഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വൈസ് ചാർട്ടിൽ അവരുണ്ടാവത്തില്ല. പക്ഷേ അഡ്വൈസ് ചാർട്ടിൽ വന്നതിന് ശേഷവും സർവീസിൽ ജോയിൻ ചെയ്യാത്തവരായിട്ടാണ് എന്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്? NJD ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സംശയം ഉണ്ടാവും, ഈ NJD ആയിട്ടുള്ള കാൻഡിഡേറ്റിൻ്റെ ആ ഒരു വേക്കൻസി എവിടെയായിരിക്കും ഫില്ല് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, അവരൊരു മുസ്ലിം കാറ്റഗറിയിലുള്ള ആളാണ് എങ്കിൽ ഈ NJD വേക്കൻസി എവിടെ ഫില്ല് ചെയ്യത്തുള്ളൂ? അടുത്ത മുസ്ലിം, ആ ഒരു കാറ്റഗറി റിസർവേഷനുള്ള ടേൺ ആർക്കാണോ ഉള്ളത് അവിടെയായിരിക്കും ഇത് ഫില്ലാകുന്നത്. ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ ഇതുണ്ടാവില്ല, ഓപ്പൺ കാറ്റഗറിയിൽ തന്നെയായിരിക്കും അത് വരുന്നത്. പക്ഷേ ഇത് എന്താണ്, കാറ്റഗറി റിസർവേഷൻ ഉള്ളതാണെങ്കിൽ ആ NJD എവിടെ പോകും? അടുത്ത റിസർവേഷനിൽ ഏതാണോ ആ റിസർവേഷൻ ഉള്ളത് ആ റിസർവേഷനിലെ പർട്ടിക്കുലർ ആൾക്കാർക്കും അത് കിട്ടുക. മനസ്സിലായല്ലോ? അതായത് ഇത് കമ്പനി ബോർഡ് LGSന്റെ ആണ്. നോക്കിക്കേ, 1053 എത്ര NJD ആണുള്ളത്? 765 NJD ഉണ്ടായിരുന്നു. 765 ആയിരുന്നു. അപ്പം നിങ്ങൾ ആ NJD എന്ന് പറയുന്നത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ആനുകൂല്യം എന്തായിരിക്കും? ആ ലിസ്റ്റിലുള്ള അടുത്ത അർഹതപ്പെട്ടവർക്ക് കിട്ടും. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കുക, പഠിക്കുക. ഇതൊക്കെ നമുക്ക് എന്തിന് ശേഷം അറിഞ്ഞാൽ മതി? നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്ന് അഡ്വൈസൊക്കെ കാത്തിരിക്കുന്നവരാണ് കൂടുതലായിട്ടും ഈ പദങ്ങളൊക്കെ കേൾക്കുക. ഇതിലേക്കൊക്കെ എത്തപ്പെടണമെങ്കിൽ ആദ്യത്തെ പ്രോസസ്സ് എന്താണ്? നമ്മളൊന്ന് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പം നിയമനങ്ങൾ അല്ലെങ്കിൽ നിയമനങ്ങളെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് വേണ്ടത് ഒരേ ഒരു പോസ്റ്റ് മാത്രമാണ്. സോ അത് ഏത് എക്സാമോ ആയിക്കോട്ടെ, ആ എക്സാം പഠിച്ചു തുടങ്ങുക. വരാൻ പോകുന്നത് ഒരുപാട് എക്സാംസ് ഉണ്ട്. അതിനെപ്പറ്റി കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം LDC പരീക്ഷകളൊക്കെ കഴിഞ്ഞവർക്ക് മെയിൻസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സമയമാണിത്. മെയിൻസിലൊക്കെ നമുക്കൊരു ധാരണയായി തുടങ്ങി. എത്രയാണ് പ്രിലിമിനറിയുടെ കട്ട് ഓഫ്, അല്ലെങ്കിൽ ആര് വരും, എത്ര മാർക്കിനുള്ളിൽ വരും എന്നൊക്കെ നമുക്കൊരു ധാരണയായി തുടങ്ങി. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ കാസർഗോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അറിയാം അത് എത്രമാത്രം ആൾക്കാർ നിങ്ങളുടെ ജില്ലയിലും കിട്ടും, നിങ്ങൾ എത്ര മാർക്കിനുള്ളിലുള്ളവരാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്കൊക്കെ നിങ്ങൾ എത്തപ്പെട്ടു. ഇനി അടുത്തത് എന്താണ് വേണ്ടത്? അടുത്ത എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ LP UP ആണെങ്കിൽ LP UP 2026 ഡിസംബറിൽ വിളിക്കാൻ പോവുകയാണ്.
കൃത്യം 1 വർഷം മാത്രമാണ് അടുത്ത മുന്നിലോട്ടുള്ളത്. പരീക്ഷ അതിനുള്ളിൽ എന്തിൽ വരും? 6 മാസത്തിനുള്ളിൽ പരീക്ഷയും നടക്കും. അപ്പോൾ നമുക്ക് ഇനി സമയമില്ല. ഇതിനെപ്പറ്റി വായിച്ചും പഠിച്ചും ഒരുപാട് കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമ്മളങ്ങ് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ സ്വാഭാവികമായും കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും. അവരുടെ ഒപ്പം ഇതൊക്കെ നമ്മൾ പഠിച്ചു പോകും. സോ ഇപ്പോൾ എന്താണ്, ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സായ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആത്മവിശ്വാസത്തോടെ പഠിക്കുക. ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉണ്ടാകും. എല്ലാവിധ സപ്പോർട്ടുമായിട്ട് ഞങ്ങളുണ്ടാവും. ഫ്രീ ഗ്രൂപ്പ്സ് ഒക്കെ ഞാൻ പിൻ ചെയ്തിരിക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് നേടാം.